പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ദി ആവറേജ് മാർക്സ് ഓഫ് 600 സ്റ്റുഡൻസ് ഹു അപ്പിയർഡ് എ റിട്ടൺ ടെസ്റ്റ് ഈസ് 155 with a standard deviation of 3 marks. Assuming normal distribution, you are required to calculate the area and the number of students who got marks below 148. Second one, between 148 and 152. Then third one, between 152 and 156. Then fourth one, 156 and 160. And next fifth one, between 160 and 164. And last one above 164. Okay, അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? ആവറേജ് മാർക്സ് ഓഫ് 600 സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? n is equal to 600 ആണ്. ടോട്ടൽ 600 സ്റ്റുഡൻസ് ആണുള്ളത്. ആവറേജ് മാർക്സ് തന്നിട്ടുള്ളത് എത്രയാണ്? 155 ആണ്. അതായത് എക്സ് ബാർ അതല്ലെങ്കിൽ മീന് തന്നിട്ടുള്ളത് എത്രയാണ്? 155 ആണ്. ന്യൂ എന്ന് പറയും നമ്മള്. 155 ആണ് ഇവിടെ ആവറേജ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതായത് സിഗ്മ തന്നിട്ടുള്ളത് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 മാർക്സ് ആണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയുന്നത് ബിലോ 148 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് മാർക്സ് ബിലോ 148. 148 മാർക്കിൽ കുറവ് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ്, അതേപോലെ അവരുടെ ഏരിയയുമാണ് കണ്ടെത്തേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ സെൻട്രൽ വാല്യൂ ഇതാണ് മീൻ എന്ന് പറയുന്നത്. അപ്പൊ മീൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നത്? 155 ആണ്. ഓക്കെ, അപ്പൊ 148 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുറവാണ് വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ ഏരിയ കണ്ടെത്താൻ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം Z വാല്യൂ കണ്ടെത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. Z വാല്യൂ കണ്ടെത്തുക എങ്ങനെയാണ്? എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 148 ആണ്. ഓക്കെ, അതായത് 148ൽ നിന്നും എക്സ് ബാർ മൈനസ് ചെയ്യണം. എക്സ് ബാർ 155 ആണ്. ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 3 ആണ്. അതായത് കുറച്ച് കഴിഞ്ഞാൽ -7 ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഒരു -2.33 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ -2.33 എന്നതിന്റെ ടേബിൾ വാല്യൂ കണ്ടെത്തണം. ടേബിൾ വാല്യൂ. ഓക്കെ, ടേബിൾ വാല്യൂ ഓഫ് -2.33. ഓക്കെ, അതായത് നിങ്ങളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ Z ടേബിൾ വെച്ചുകൊണ്ട് 2.3 എന്നുള്ള വാല്യൂ എടുക്കുക. 2.3 എന്നതില് 0.03 എന്നതിന് നേരെ വരുന്ന വാല്യൂ നിങ്ങൾ എടുക്കുന്നു. എങ്ങനെ വരും? 0.4901 എന്ന് വരും. അതായത് ജസ്റ്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു 148 എന്ന് പറയുന്നത്. അതായത് 148 ബിലോ 148 ആണ് നമ്മളോട് ചോദിച്ചത്. 148 എന്ന് പറയുന്നത് ഇത്രയും ഏരിയ ആണ്. ഓക്കെ, ഇത്രയും ഏരിയ ആണ്. നമ്മൾ Z വാല്യൂ കണ്ട് ഇത്രയും ഏരിയയുടെ വാല്യൂ എത്രയാണ്? 0.4901 ആണ്. 148ൽ കുറവ് വരുന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ മൈനസ് ആണ് നമുക്ക് കിട്ടിയത്. -2.33 ആയിരുന്നു. അപ്പൊ -2.33 ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതാണ് ഇവിടെ 148 ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണിച്ചത്. ഇതിൽ കുറവ് വരുന്ന കണ്ടെത്തണമെങ്കിൽ ഈ മൊത്തം ഏരിയ നമുക്കറിയാം. ഈ മൊത്തം ഏരിയ എത്രയാണ്? 0.5 ആണ്. അപ്പൊ ഇവിടെ ബിലോ ഏരിയ ഓഫ് ബിലോ 148 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ കുറവാണ് എന്ന് പറഞ്ഞാൽ 0.5ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 0.4901 കുറച്ചാൽ മതി. 0.0099 എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഓക്കെ, 148ൽ കുറവ് വരുന്നത് ഇതാണ് ബിലോ 148 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിലോ 148 ആണ് നിങ്ങളോട് ചോദിച്ചത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണാന് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ ഓക്കെ 0.0099 നമ്മൾ എന്തുകൊണ്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 600 ആണ് ഇവിടെ നമ്പർ വരുന്നത് ടോട്ടൽ. n നേരത്തെ പറഞ്ഞു. ഈ n കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 സ്റ്റുഡൻസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കറക്റ്റ് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ
6 സ്റ്റുഡൻസ് എന്ന് നമ്പേഴ്സ് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത് നിങ്ങളോട് ചോദിക്കുന്നത് ബിറ്റ്വീൻ 148 ആൻഡ് 152 ആണ്. 148ന്റെയും 152ന്റെയും ഇടക്ക് മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഏരിയയും അതിന്റെ നമ്പേഴ്സുമാണ്. എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ Z വാല്യൂ കണ്ടെത്തണം. നേരത്തെ നമ്മൾ 148ന്റെ Z വാല്യൂ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ എന്താണ്, ഇവിടെ Z വാല്യൂ ഏതിന്റെ എടുക്കുന്നു? X is equal to 152യുടെ എടുക്കുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ x മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്ലൈ ചെയ്യുന്നു. x എന്ന് പറയുന്നത് 152 ആണ്. ഇതിൽ നിന്ന് എക്സ് ബാർ കുറക്കണം. എക്സ് ബാർ എത്രയാണ്? അതായത് മീൻ എന്ന് പറയുന്നത് 155 ആണ്. ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. അതായത് -3 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. അതായത് -1 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ടേബിൾ വാല്യൂ കണ്ടെത്തണം. ടേബിൾ വാല്യൂ ഓഫ് 1ന്റെ ടേബിൾ വാല്യൂ കാണണം. 1ന് നേരെയുള്ള ടേബിൾ വാല്യൂ എത്രയാണ് വരുന്നത്? ജസ്റ്റ് നിങ്ങൾ ആ ടേബിളിൽ 1ന് നേരെ വരുന്നത് 0.3413 എന്നുള്ളതാണ് ടേബിൾ വാല്യൂ വരുന്നത്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, -1 ആണ് കിട്ടിയത്. -1 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വരിക. അതായത് 148ഉം 152 ജസ്റ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. 152 എന്നുള്ളത്, അതായത് ഏരിയ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? 148ന്റെയും 152ന്റെയും ഇടയിലാണ്. ഈ ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബിറ്റ്വീൻ 148 ആൻഡ് 152 വരുന്നത്. അപ്പൊ ഈ ഏരിയ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ നേരത്തെ 148 എത്രയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി 152 എത്രയാണെന്നുള്ളതും നമ്മളിപ്പോൾ കണ്ടെത്തി. അപ്പൊ ഈ 148ൽ നിന്നും, ഈ 148ന്റെ ഏരിയയിൽ നിന്നും 152 ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇതിന്റെ ഏരിയ കിട്ടും. 148ന്റെയും 152ന്റെയും ഇടയിലുള്ള ഏരിയ കിട്ടും. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ബിറ്റ്വീൻ 148 ആൻഡ് 152 എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ 148ന്റെ ടേബിൾ വാല്യൂ കണ്ടെത്തിയിരുന്നു. 0.4901 ആയിരുന്നു തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടെത്തിയത്. അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 0.3413 കുറച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 0.1488 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഏരിയ വരുന്നത്. അപ്പൊ ഈ ഏരിയയുടെ വാല്യൂ ആണ് ഇത് 0.1488 എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എങ്ങനെ വരും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു 0.1488 ഇൻറ്റു എന്ത് കാണണം? 600 കാണണം. ഓക്കെ, അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് 89 സ്റ്റുഡൻസ് എന്ന് കിട്ടും. ഓക്കെ, അതായത് കറക്റ്റ്ലി റൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 89 സ്റ്റുഡൻസ് എന്ന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ബിറ്റ്വീൻ 152 ആൻഡ് 156 ആണ്. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് മാർക്സ് ബിറ്റ്വീൻ 152 ആൻഡ് 156 ആണ്. 152 എന്നതിന്റെ Z സ്കോർ ടേബിൾ വാല്യൂ വെച്ച് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 0.3413 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x is equal to 156 വെച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ x മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്ലൈ ചെയ്യുന്നു. x എന്ന് പറയുന്നത് 156 ആണ്. 155 മൈനസ് ചെയ്യുന്നു. x ബാർ 155 ആണ്. ഡിവൈഡ് ബൈ 3, അതായത് എന്ത് വരും? 1/3 എന്ന് വരും. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3333 ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് വാല്യൂ വരുന്നത്. അപ്പൊ നമ്മുടെ ടേബിൾ വാല്യൂ കണ്ടെത്തണം. ടേബിൾ വാല്യൂ കിട്ടുന്നത് ജസ്റ്റ് 0.1293 എന്നുള്ളതാണ് വാല്യൂ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക 0.333 ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതിനെ നമ്മൾ ടേബിൾ വാല്യൂ, അതായത് നമുക്ക് റൗണ്ടഡ് ഫിഗറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 0.1299 അങ്ങനെ കുറച്ച് ഒന്നുകൂടെ കൂട്ടിയിട്ട് കൊടുക്കുക. കാരണം നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ടേബിൾ വാല്യൂ 0.1299 എന്നുള്ള രൂപത്തിൽ കിട്ടും. ഇനി ജസ്റ്റ് ഇവിടെ 0.333 ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നെക്സ്റ്റ് വാല്യൂവിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് വരുന്ന വാല്യൂ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതാണ്. ഇനി ഏതാണ് ഏരിയ എന്നുള്ളത് കണ്ടെത്തണം. അതായത് ഏരിയ ബിറ്റ്വീൻ 152 ആൻഡ് 156 കണ്ടെത്തണം. ഇവിടെ നമുക്ക് കിട്ടിയ Z വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. 0.33 എന്നുള്ളതാണ്. അപ്പൊ പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിൽ വരും. അപ്പൊ നമ്മൾ 156 എന്നുള്ളത് ജസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നു. അപ്പൊ ഈ ഒരു ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. എന്ത്? 0.1299 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട എന്താണ്? ബിറ്റ്വീൻ 152 ആണ്. 152 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയും കൂട്ടിയിട്ട് വരുന്നതാണ് ബിറ്റ്വീൻ എന്താണ്? ഏരിയ ബിറ്റ്വീൻ 152 ആൻഡ് 156 എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ എങ്ങനെ വരും? ഇവിടെ വരുന്ന പോയിന്റ് നേരത്തെ നമ്മൾ കണ്ടെത്തിയ 0.3413യും
അതേപോലെ തന്നെ 0.1299 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 0.4712 എന്നുള്ള രൂപത്തിലേക്ക് വാല്യൂ കിട്ടും. അതായത് ഇത് മൊത്തം വാല്യൂ ആണ് വരുന്നത്, ഇത്രയും ഏരിയ ആണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എങ്ങനെ വേണം? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു 0.4712 ഇൻറ്റു 600 എടുക്കണം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ അവിടെ 0.4712 ഇൻറ്റു 600 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 283 സ്റ്റുഡൻസ് എന്ന് കിട്ടും. 283 സ്റ്റുഡൻസ് ആണ് ഇതിന്റെ ആൻസർ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിറ്റ്വീൻ മാർക്ക് 152 156 ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 283 എന്ന് പറയുന്നു. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ബിറ്റ്വീൻ 156 ആൻഡ് 160 ആണ്. 160ന്റെയും 156ന്റെയും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഏരിയയും എത്രയാണ് നമ്പേഴ്സ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 156ന്റെ സെഡ് സ്കോർ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 0.1299 ആയിരുന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെഡ് സ്കോർ ഏതിന്റെ കണ്ടെത്തണം? എക്സ് ഈസ് ഈക്വൽ ടു 160യുടെ കണ്ടെത്തണം. അതായത് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 160 ആണ്, അതിൽ നിന്ന് 155 ആണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്, ഡിവൈഡ് ബൈ 3. ഓക്കെ, അതായത് 5 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. കണ്ടു കഴിഞ്ഞാൽ ആൻസർ 1.66 എന്ന് ആൻസർ കിട്ടും. ഇനി ഈ 1.66 എന്നതിന്റെ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നു. അതായത് നമ്മുടെ ടേബിളിൽ 1.6 എന്നതിന് നേരെ 0.06 നമ്മൾ നോക്കുന്നു. കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 0.4515 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഏരിയ നമ്മൾ കണ്ടെത്തണം. ഏരിയ ബിറ്റ്വീൻ 156 ആൻഡ് 160 നമ്മൾ കണ്ടെത്തണം. ഇവിടെ 1.66 ആയിരുന്നു തന്നത്, അതായത് പോസിറ്റീവ് ആയിരുന്നു. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലാണ് വരിക. എത്രയാണ് ഇവിടെ? 160 എന്ന് പറയുന്നത്. ഇപ്പൊ റൈറ്റ് സൈഡിലായിട്ട് ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു 160 എന്നുള്ളത്. അപ്പൊ ഈ 160യുടെയും അതേപോലെ 156ന്റെയും ഇടയ്ക്ക് വരുന്നതാണ്. അപ്പൊ ഇത്രയും ഏരിയ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ആ ഏരിയ ഏതാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? 160യുടെ വാല്യൂ നമ്മൾ കണ്ടെത്തി. 160യുടെ ടേബിൾ വാല്യൂ 0.4515 ആണ്. ഇത്രയും ഏരിയ. ഇതിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 156ന്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയ എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഏരിയ കണ്ടെത്താൻ 0.4515 നിന്നും എന്ത് കുറക്കുക? 0.1299 കുറക്കുക. അപ്പൊ നമുക്ക് 0.3216 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഏരിയ വരുന്നത്. അപ്പൊ ഈ ഏരിയ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? 0.3216 ഇൻറ്റു 600 193 സ്റ്റുഡൻസ് എന്ന് വരും. 156ന്റെയും 160ന്റെയും ഇടയ്ക്ക് മാർക്ക് ലഭിച്ച കുട്ടികളുടെ എണ്ണം എത്രയാണ്? 193 സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ 160 ആൻഡ് 164 ആണ്. 164ന്റെയും 160ന്റെയും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അവരുടെ ഏരിയയുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സെഡ് സ്കോർ 160 നമ്മൾ ഓൾറെഡി കണ്ടെത്തി. ഇനി സെഡ് സ്കോർ എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു 164ന്റേത് കണ്ടെത്തണം. അതിനായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ 164 മൈനസ് 155 ഡിവൈഡ് ബൈ 3 കണ്ടെത്തുന്നു. അതായത് 9 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ടേബിൾ വാല്യൂ ഓഫ് എന്താണ്? 3 ആണ് കണ്ടെത്തേണ്ടത്. 0.4987 എന്ന് കിട്ടും. 0.4987 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ഏരിയ ജസ്റ്റ് നോക്കുക. +3 ആണ്. +3 എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, അതായത് റൈറ്റ് സൈഡിലാണ് വരുന്നത് 164. അതായത് 154 ജസ്റ്റ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഈ 164ന്റെയും 160യുടെയും ഇടയ്ക്ക് മാർക്ക് ലഭിച്ചതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഇത്രയും ഏരിയയിലുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ 160 ആൻഡ് 164 കണ്ടെത്താൻ നമ്മൾ ഈ 0.4987 എന്നതിൽ നിന്നും എന്ത് കുറക്കണം? ഇത്രയും ഏരിയയിൽ നിന്നും ഇത്രയും ഏരിയ കുറക്കണം. അതായത് എത്രയാണ് നേരത്തെ കണ്ടെത്തിയത്? 160യുടെ ഏരിയ വരുന്നത് എത്രയായിരുന്നു? 0.4515 ആയിരുന്നു. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞാൽ 0.0472 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു 0.072 ഇൻറ്റു 600 കണ്ടു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 28 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എബവ് 164 ആണ്. 164 മുകളിൽ മാർക്ക് ലഭിച്ച കുട്ടികളുടെ എണ്ണമാണ് അറിയേണ്ടത്.
അതിന് Z സ്കോർ 164 ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 0.4987 ആയിരുന്നു. അപ്പൊ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതിന് മുകളിലോട്ട് വരുന്ന ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തം 0.5 ആണ്. ഓക്കെ, അതായത് ഇവിടെ എബോവ് 164 എന്ന് പറയുന്നത് എങ്ങനെ വരും? എബോവ് 164 കണ്ടെത്താൻ മൊത്തം 0.5 ആണ്. ഈ ഏരിയ മൊത്തം റൈറ്റ് സൈഡ് 0.5 ആണ്. അതിൽ നിന്നും ഈ ഒരു പാർട്ടിനെ അങ്ങ് കുറച്ചാൽ മതി. 164ന്റെ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടെത്തി 0.4987 ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.0013 എന്ന് കിട്ടും. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എങ്ങനെ വരും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു 0.0013 ഇൻറ്റു 600. ഓക്കെ, അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് കിട്ടും. അതായത് പോയിന്റ് സംതിങ് ആണ് വരുന്നത്. ഇത് 1ലേക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ആൻസേഴ്സിനെ നമ്മൾ ടേബിൾ വൈസ് ആയിട്ട് കാണിക്കുകയാണ്. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതിൽ മാർക്സ് എന്താണ്? ലെസ് ദാൻ 148 ആയിരുന്നു. പിന്നെ 148 152ന്റെയും ഇടയ്ക്ക് വരുന്നത്, 152ന്റെയും 156ന്റെയും ഇടയ്ക്ക് വരുന്നത്, 156ന്റെയും 160യുടെയും ഇടയ്ക്ക് വരുന്നത്, 160യുടെയും 164ന്റെയും, പിന്നെ ഗ്രേറ്റർ ദാൻ എന്താണ്? എബോവ് 164 ആയിരുന്നു. ഇതിന്റെ ഏരിയ ഓരോന്നിനെയും നമ്മൾ കണ്ടെത്തിയത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു. ഫ്രീക്വൻസിയും, അതായത് 148 കുറവ് മാർക്കുള്ളത് 6 കുട്ടികളായിരുന്നു. 148ന്റെയും 152ന്റെ ഇടയ്ക്ക് 89 ആയിരുന്നു. ഇത്തരത്തിൽ ജസ്റ്റ് അതിനെ ടേബിൾ വൈസ് ആയിട്ട് മാറ്റി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത്. ആൻസർ കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് അതിന്റെ ഒരു ടെക്നിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിനെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.